എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVSRCയുടെ കുട്ടികൾക്കായുള്ള വാതായനം സീരീസിലെ 2025 രണ്ടാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പഠിത്തത്തിലും ബാക്കി കാര്യങ്ങളും വളരെ ആശങ്കകളുള്ള ഒരു കാലത്തൂടെ കടന്നു പോകുന്നതാണ്. അതിൽ ചെറിയ ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പഠിത്തത്തിലായാലും ബാക്കി കാര്യങ്ങളിലും വാതായനം പരിപാടികളിൽ അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള എൻഗേജ്മെന്റ്സുകളിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. അതിനൊരു ഗ്രൂപ്പ്, കുട്ടികളുടെ തന്നെ ഒരു ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ പാർട്ടായിട്ട് നടക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കായി വിവിധ പദ്ധതികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംരംഭമായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിന് വേണം. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രീനിവാസ് കുക്കമ്പ ശ്രമിക്കും. പ്രാർത്ഥന നിൽക്കും. ജഗത്തിലൊക്കെ നേരിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈ തൊഴുന്നു ഞാൻ. ആദിയന്തമെന്നിയെ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈ തൊഴുന്നു ഞാൻ. എണ്ണമറ്റ വണ്ണമേ ചരാചരങ്ങളൊക്കെയും നിന്നിൽ നിന്നു വന്നു നിന്നിൽ നിന്നടങ്ങിടുന്നതും, നോക്കിയാൽ ഒടുങ്ങിടാത്ത മേലിലുള്ള വാനിലും പൂക്കിഴും തിരയടിച്ചിരമ്പിടും കടലിലും, നിത്യവും പകലും പിന്നെ അന്നലെന്ന രാത്രിയും വ്യക്തമായി പകുത്തു തന്ന ശക്തിയായതും ഭവാൻ. ആദിയന്തമെന്നിയെ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈ തൊഴുന്നു ഞാൻ. സ്വാഗത ഭാഷണത്തിനായിട്ട് നിമിഷ അജിത് കല്ലിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിമിഷ അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ കൂടി ഓൺ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിമിഷ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. സമയം കളയാതെ തന്നെ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഈ സെഷൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ വിശിഷ്ടാതിഥിയായ ശ്രീമതി ലക്ഷ്മി രാജീവൻ. ശ്രീമതി ലക്ഷ്മി രാജീവനെ കുറിച്ച് രണ്ട് വാക്ക്. 10 വർഷത്തോളമായി കുട്ടികളെ ഗൈഡ് ചെയ്തുകൊണ്ട് കരിയർ അഡ്വൈസ് മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ലക്ഷ്മി രാജീവൻ കുട്ടികളുടെ അക്കാദമിക് മേഖലയിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും പുതിയ വഴിത്താരകൾ കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ബിരുദ പഠനത്തിന് ശേഷം 3 വർഷത്തോളം അതേ ഫീൽഡിൽ ജോലി ചെയ്തതിനു ശേഷമാണ് കരിയർ ഗൈഡൻസ് മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. തൻ്റെ പാഷൻ അനുസരിച്ച് തന്നെ ഒരു മാറ്റമായിരുന്നു പിന്നീട്. ഞാൻ ടീച്ചർ തന്നെ അഭിസംബോധന ചെയ്യുകയാണ്. ലക്ഷ്മി ടീച്ചറുടെ ഇതിലുണ്ടായത്. പിന്നീട് കരിയർ ഡെവലപ്മെന്റ് മേഖലയിൽ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയതോടെ ടീച്ചർക്ക് കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നതിൽ കൂടുതൽ എളുപ്പമായി. തൻ്റെ മുൻപിൽ വരുന്ന ഓരോ കുട്ടിയെയും കൃത്യമായി മാർഗനിർദ്ദേശം നൽകുകയും അവരുടെ ആഗ്രഹങ്ങളും പാഷനും തിരിച്ചറിഞ്ഞ് അവരെ അഡ്വൈസ് ചെയ്യുന്നതിൽ തന്നെയാണ് ലക്ഷ്മി രാജീവൻ എന്ന വ്യക്തിയെ വ്യത്യസ്തയാക്കുന്നത്. കുട്ടികളുടെ കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി നിരവധി വർക്ക്ഷോപ്പുകളും ആക്ടിവിറ്റീസും മറ്റ് പ്രവർത്തനങ്ങളും ടീച്ചറുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലെ ഒരു സ്കൂളിൽ കരിയർ അഡ്വൈസറായി സേവനമനുഷ്ഠിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടെയും ഈ ഒരു വേദിയിലേക്ക് ഇന്നത്തെ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിനായിട്ട് ശ്രീമതി ലക്ഷ്മി രാജീവനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത സംഘാടകർക്ക്, TVSRCയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ പൂജാപഠന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അന്തർജന സമാജത്തിലെ ഓരോ അംഗങ്ങൾക്കും ഇതിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സെഷൻ കേൾക്കുന്നതിനായി എത്തിയ ശ്രോതാക്കളായ ഓരോ കുട്ടികളും അതുപോലെ കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും ഈ ഒരു സെഷനിലേക്ക്
സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ ഭാവി എങ്ങനെയാക്കണം, ഓരോ സംശയത്തിൽ നിൽക്കുമായിരിക്കും. ഓരോ +2-ലും 10 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എങ്ങനെയായിരിക്കണം അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൽ ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ, ഈ +2 ഒക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് ഞാനൊരു അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ അറിയാം, കുട്ടികള് നമ്മളുടെ മുമ്പിൽ വന്ന് ചോദിക്കും, എന്ത് ചെയ്യണം ടീച്ചറെ, സോഷ്യോളജി എടുത്താൽ നല്ലതാണോ, ഡിഗ്രിക്ക് ഇത് പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർ എന്നുള്ളതിൽ ഒരു സബ്ജക്ട് നോളജിനെ കുറിച്ച്, ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു കരിയർ എങ്ങനെ അവർക്ക് കൊണ്ടുപോകണം എന്നുള്ളതിൽ ഒരു നിർദ്ദേശം നൽകാൻ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ ഒരു എങ്ങനെ വേണം എന്നുള്ളത് ഞാനൊന്ന് പറയാട്ടോ എന്ന് പറയേണ്ട രീതിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അത്ര വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് അധ്യാപകരാവാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ ഒരു കരിയറിൽ നല്ലൊരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെഷൻ കുട്ടികൾക്ക് കൂടുതൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ, ഇതിൽ നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ ഒരു സെഷനിൽ സ്വാഗതം പറയാൻ ഏൽപ്പിച്ചതിലും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മി. ഓക്കെ, ഞാനൊന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കാം. അതുകൂടെ വർക്കായില്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. TVSRCയുടെ ഓർഗനൈസേഴ്സിന് ആദ്യമായിട്ടൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. അപ്പോൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ലക്ഷ്മി രാജീവൻ. ഞാൻ ഇപ്പോൾ ദുബായിൽ ഒരു സ്കൂളിൽ കരിയേഴ്സ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതുപോലെ ഞാൻ എഞ്ചിനീയറിംഗിലാണ് ആദ്യമായി എൻ്റെ ക്വാളിഫിക്കേഷൻ എടുത്തത്. അതിൽ നിന്ന് ഞാൻ സ്വിച്ച് ചെയ്ത് കുറച്ചും കൂടി ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മാറ്റം എടുത്ത് വന്നൊരു ഫീൽഡാണിത്. ഇപ്പൊ ഇത് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നു, അങ്ങനെ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്ക് കരിയർ ഗൈഡൻസിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അത്യാവശ്യമായി, ഇപ്പോൾ പരീക്ഷാ കാലമാണ്, കുട്ടികൾ എല്ലാവരും പരീക്ഷ ചൂടിലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായി ചൂസ് ചെയ്തത്. ഇതിന് ഫോളോ അപ്പ് ഒരു സെഷനായിട്ട് നമ്മൾ കരിയർ ഗൈഡൻസ് എല്ലാവരും പരീക്ഷ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി ഇരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ തുടക്കം നമുക്ക് സ്റ്റഡി സ്കിൽസ് ആൻഡ് ടൈം മാനേജ്മെന്റിൽ തുടങ്ങാമെന്ന് നമ്മൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ടോപ്പിക് സ്റ്റഡി സ്കിൽസ് ആൻഡ് ടൈം മാനേജ്മെന്റ് ഫോർ അക്കാഡമിക് സക്സസ് ആണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ആദ്യമായിട്ടൊരു ജാമ്യം എടുക്കുന്നു. കുറച്ച് ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തായിരിക്കും ഈ സെഷൻ മുന്നിലേക്ക് പോവുക. ഇംഗ്ലീഷ് കോമൺ വർക്കിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് കയറി വരും. പക്ഷെ ഞാൻ മാക്സിമം അത് നമുക്ക് ഒരു കോമൺ ലാംഗ്വേജിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ഇത് മോഡിഫൈ ചെയ്യാം. ഈ സെഷൻ കുട്ടികളെയും പേരൻസിനെയും ഒരുപോലെ മനസ്സിൽ കണ്ട് തയ്യാറാക്കിയ ഒരു സെഷനാണ്. ഇതിൽ പറയുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒരു 1 ഡേ കൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയോ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ടുവേർഡ്സ് യുവർ ഫ്യൂച്ചർ ഇതിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ പ്രസന്റേഷൻ മുന്നിലേക്ക് പോകുന്നത്. ഇതെല്ലാവർക്കും ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. വിത്ത് ദാറ്റ് തോട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങുവാണ്. ആദ്യം നമ്മൾ സ്റ്റഡി സ്കിൽസ് പാർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റണം. എനിക്ക് 2 സ്ക്രീനും കൂടെ പാരലലി കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആദ്യമായി നമ്മൾ സംസാരിക്കുന്ന വിഷയം, ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ സ്റ്റഡി സ്കിൽസ് എന്നൊരു ടോപ്പിക്കിനെ പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? എന്താണ് അതിന്റെ പ്രസക്തി ഇവിടെ? നമ്മൾ എല്ലാവരും പഠിച്ചു വന്നവരാണ്, പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പലരും ഈ ടെക്നിക്സ് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ പഠിച്ചു പോയി. പക്ഷെ ഈ
പഠനം എന്ന് പറയുന്നത് ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, അതിന് മാർക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനുപരി സ്റ്റഡിയിങ് ഇസ് എ വേ ഓഫ് ലൈഫ് ആണ്. നിങ്ങൾ എന്ത് കാര്യം, അത് സ്കൂളിൽ പരീക്ഷയ്ക്കാവാം, എൻട്രൻസ് എക്സാമിനാവാം, ജോലി ഇന്റർവ്യൂവിനാവാം, നിങ്ങളൊരു ജോലിയിൽ കയറി ഒരു ട്രെയിനിങ് സമയത്താവാം, സ്റ്റഡിയിങ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. അപ്പോൾ അതിൻ്റെതായ ശരിയായ രീതിയിൽ ആ പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഈസി ആക്കാൻ സാധിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ.